ഒരു സഫാരി വ്ളോഗായാലോ? അച്ഛനും അമ്മയും ഇതിൻ്റെ ബർത്ത്ഡേക്ക് ബാംഗ്ലൂർ വന്നല്ലോ. അപ്പോൾ അവരെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോകണ്ടേ. അങ്ങനെ ഞങ്ങളിവിടെ ബന്നർഘട്ട നാഷണൽ പാർക്കിലോട്ട് വിട്ടു. ഇവിടെ വീട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവലുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇതിഹയ്ക്ക് വേണ്ടത് ഇതിഹ വേഗം തന്നെ വാങ്ങി കയ്യിൽ പിടിച്ചു. അങ്ങനെ അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്തു. സഫാരി ഉണ്ട്, സൂ ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അപ്പോൾ പെർ ഹെഡ് 750 ആണെന്നാണ് തോന്നുന്നത്. സഫാരി പോകുമ്പോൾ ബസ്സുണ്ട്, പിന്നെ ജീപ്പ് സഫാരി ഉണ്ട്. ബസ് തന്നെ AC ആൻഡ് നോൺ AC അങ്ങനെ ഉണ്ട് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ കുറേ ഷോപ്സ് ഉണ്ടല്ലോ, അങ്ങനെ അവിടുന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് അതും അകത്താക്കി. ഈ ഷോർട്സ് ഏട്ടനെടുത്താണ്. മൂപ്പർ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല, എന്നാലും അവിടെ കിടക്കട്ടെ. പിന്നെ ഇതിൻ്റെ അച്ഛൻ്റെ എൻ്റർടൈൻമെൻറ്റാണിത്. ബബിള് ഇങ്ങനെ ആക്കി കളിക്കുക. ഇത് ഊതുന്നല്ല, ഇങ്ങനെ വീശിയാൽ ഇങ്ങനെ വലിയ വലിയ ബബിൾസ് വരും. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ വാവ ഇങ്ങനെ അത് തട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അച്ഛനിങ്ങനെ ആക്കും, വാവ അത് തട്ടും. ഇതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ വേണ്ടത് വാങ്ങിച്ച് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഞങ്ങളൊരു സാറ്റർഡേ ആയിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിള്ളേരും ഫുൾ ഫാമിലി ആയിട്ട് വരുന്നവരും ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ വൺസ് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ഉണ്ട് എന്തായാലും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തല്ലോ. അങ്ങനെ ഉള്ളിൽ കയറി നമ്മുടെ ബസ് വന്നു. അങ്ങനെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും കാണാൻ. ആ പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞു തടാകമോ പുഴയോ എന്തോ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് നമ്മൾ സ്പോട്ട് ചെയ്തത് കുറേ മാനിനായിരുന്നു. അതിങ്ങനെ ശരിക്കും ഇങ്ങനെ ഫെൻസ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ കുറച്ച് സമയം അവിടെ ബസ് നിർത്തി തരും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. പുറത്തിറങ്ങാൻ പറ്റൂല, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട്. മാൻ തന്നെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. പുള്ളിയുള്ളത്, പുള്ളിയില്ലാത്തത്, കൊമ്പുള്ളത്. ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മുടെ ബൈസൺ അല്ലേ, കാട്ടുപോത്ത്. ഇതിൻ്റെ എക്സ്പ്രഷൻ ഞാൻ എടുത്താണ്. പക്ഷെ ആളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ ഒന്ന് കാണാൻ. ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ പോകുമ്പോൾ. നമുക്കും കണ്ടില്ലേ കുറേ മാനുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ ഓരോ ആനിമൽസിനായിട്ട് നമുക്കിങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അടുത്തതായിട്ട് കണ്ടത് ആനനാണ്. ആന ഇങ്ങനെ പുല്ല് പറിച്ച് കുറച്ച് കഴിക്കുന്നുണ്ട്, പിന്നെ തലയിൽ കൂടെ എറിയുന്നുണ്ട്. വീണ്ടും കുറച്ച് കഴിക്കും, പിന്നെ തലയിൽ എറിയും. ഇതായിരുന്നു മൂപ്പരുടെ പരിപാടി. പക്ഷേ അങ്ങനെ കുറച്ചിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ആനൻ്റെ കാലിൽ അവർ ചങ്ങലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതവിടെ കെട്ടിയിട്ടതാണല്ലേ. എന്നാലും പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആ സൈഡ് കുറച്ചൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അമ്മ, അച്ഛന്, കുട്ടികളൊക്കെ ആയിട്ട് ഫുൾ ഫാമിലി തന്നെ ആനൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ട് അടുത്ത ഇതിലേക്ക് കയറും. അപ്പോൾ അവിടെ വേറെ ആനിമൽസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇവർ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ആനിമൽസിനെ വെച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ പോകുമ്പോണ്ട് ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബെയർ ഇരിക്കുന്നുണ്ട്. ആൾ കുറച്ച് സമയം ബസ് അവിടെ നിർത്തി, പക്ഷെ ആൾ അനങ്ങുന്നേയില്ല. പിന്നെ പതുക്കെ നടന്നിട്ട് നമ്മുടെ ബസ്സിൻ്റെ സൈഡിലോട്ടുണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരാൾ മാത്രമല്ല, കുറച്ചധികം പേരുണ്ട്. കുറച്ചുള്ളിലായിട്ട് കുറച്ചധികം പേരുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണാത്തതുകൊണ്ട് ഞാൻ സൈഡുള്ളത് മാത്രമാണ് എടുത്തത്. ഇപ്പോൾ ബസ്സിൻ്റെ 2 സൈഡും കരടികളുണ്ട്. പക്ഷെ കരടീനെ കാണാൻ ശരിക്കും നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് മാന്തും അല്ലേ. പക്ഷെ ഇവരൊന്നും നമ്മളെ മൈൻഡൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മളിങ്ങനെ വിളിക്കും, പക്ഷെ ഇവരാരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. കാരണം ഇവർക്ക് ഇങ്ങനെ വന്ന് ആൾക്കാരെ കണ്ട് ശീലമായി കാണും അല്ലേ. പക്ഷെ ഈ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല വെതറായിരുന്നു ഞങ്ങൾ പോയ ടൈമിന്. ഒരു ഉച്ച ടൈമിനാണ് പോയത്. പക്ഷെ അത്ര വെയിലില്ല. വെയിൽ വരും പോകും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അടുത്തതായിട്ട് സ്പോട്ട് ചെയ്തത് ഇത് ചീറ്റയാണോ ലെപ്പേർഡാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ അവർ ലെപ്പേർഡ് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ കുറച്ചധികം പേരുണ്ട്. കുറച്ച് ഉള്ളിലോട്ടായിട്ട് കുറച്ചധികം പേരുണ്ട്. പിന്നെ ഇയാൾ മാത്രം എന്താ പുറത്തിരിക്കുന്നതെന്നും അറിയില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സൈസ് ഉണ്ട് ആൾ. ഈ പോകുന്ന വഴിയെല്ലാം ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. നമ്മൾ ഒരിക്കലെങ്കിലും അവരായിട്ട് പോകുന്നത്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്കായാലും നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു കൊടുക്കുന്ന പൈസക്ക് വേർത്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.
കാരണം ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ അല്ലേ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. ഇത് അടുത്തതായിട്ട് ഞങ്ങൾ കണ്ടത് ലേഡി ലയണാണ് കേട്ടോ. ആള് 2 പേരുണ്ടായിരുന്നു. കുറച്ച് കുറച്ച് ദൂരെയാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരാൾ അവിടെ തന്നെ ഇരുന്നു, പിന്നെ ഒരാൾ എണീറ്റ് നടന്നു. പിന്നെ അതാ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലയൺ ദ റിയൽ കിങ് ഉണ്ടായിരുന്നു. ആളിങ്ങനെ ശരിക്കും ഇങ്ങനെ പൊളിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ലയൺ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ആലോചിച്ച് ഏതോ ഒരു സ്വപ്ന ലോകത്താണ് ഉള്ള പോലാണ് ആളിരിപ്പ്. എണീറ്റ് നടക്കുന്നൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ലയണിനൊക്കെ ഇങ്ങനെ റിയലായിട്ട് കാണാമെന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെ സഡാന്നല്ല, അതിൻ്റെ ഹെയറിന് പറയാം, അതൊക്കെ ശരിക്കും നല്ല രീതിയിലുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും കാണാൻ. കുറച്ച് സമയം ബസ് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ എന്തെങ്കിലും സ്പോട്ട് ചെയ്യുമ്പോൾ ബസ് കുറച്ച് സമയം വരെ ഇരിക്കും. പിന്നെ കുറച്ച് പോയപ്പോൾ വീണ്ടും ലയണിനെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ, അടിപൊളിയല്ലേ. ശരിക്കും എന്തൊരു സൈസ് ഉണ്ടാവും അറിയും. ഇത് റിയലായിട്ട് കാണുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാകും. പക്ഷെ ആരും ഇങ്ങനെ നടക്കുന്നില്ല, അങ്ങനെ തന്നെ ഇങ്ങനെ മെല്ലെ പതുക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കണ്ടത് ടൈഗറിനെ. വൈറ്റ് ടൈഗറും ഉണ്ടായിരുന്നു, പിന്നെ നോർമൽ ബ്രൗൺ കളറും ഉണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കൂടിൻ്റെ ഉള്ളിലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ 2 പേരും മാത്രം പുറത്ത് റോഡിൻ്റെ സൈഡ് ഇങ്ങനെ ഉണ്ട്. പിന്നെ ഞങ്ങൾ സഫാരിയൊക്കെ കഴിഞ്ഞ് നേരെ ബട്ടർഫ്ലൈ പാർക്കിൽ പോയി. പിന്നെ സൂ ഞങ്ങൾ പോകാൻ നിന്നില്ല, കാരണം ഓൾറെഡി ലേറ്റായി. കാരണം ഉച്ചയ്ക്ക് ശേഷമല്ലേ പോയത്, അപ്പോൾ സൂ പോയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.